നമസ്കാരം പ്രിയരെ, ഏവർക്കും ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം അരുളുകയാണ്. പാലാരൂപത ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുഗ്രഹം എന്ന ചാനലിൽ ഇന്ന് പങ്കുവയ്ക്കപ്പെടുന്ന വിഷയം സഭാ നവീകരണത്തെക്കുറിച്ചാണ്. പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രൂപതയ്ക്കുള്ളിൽ നടപ്പാക്കേണ്ട കർമ്മ പദ്ധതികളെക്കുറിച്ചും നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകളാണ് ഈ ഒരു എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. രൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ 75 വർഷക്കാലം പരമകാരുണികനായ ദൈവം ഈ രൂപതയെ വഴി നടത്തിയതും രൂപതയിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളും ഓർത്തെടുത്ത് നന്ദി പറയുന്ന, ഇനിയും നവീകരിക്കാനുള്ള മേഖലകളെ നവീകരിക്കുന്ന ധന്യമായൊരു വർഷമാണ്. അതോടൊപ്പം തന്നെ സഭാ നവീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരള സഭയിൽ 3 വർഷത്തെ നവീകരണ പ്രക്രിയകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KCBC 22-23 പരിശുദ്ധ കുർബാനയുടെ വർഷം, 23-24 യുവജന വർഷം, 24-25 സുവിശേഷവൽക്കരണ വർഷം. അപ്പോൾ അതും ഇതിനോട് ചേർന്ന് അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് കൂട്ടി ചിന്തിക്കാവുന്ന കാര്യം കൂടിയാണ്. സഭാ നവീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 4-5 തിരുവചനങ്ങളാണ്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഇത് നവീകരണത്തിലേക്കുള്ള ഒരു വിളിയാണ് യോഹന്നാൻ്റെ വെളിപാടിൽ നമ്മൾ കണ്ടെത്തുന്നത്. എഫേസൂസിലെ സഭയോട് ദൈവദൂതൻ ആവശ്യപ്പെടുകയാണ്, നീ ഏതവസ്ഥയിൽ നിന്നാണ് പിന്നിലേക്ക് പോയത് എന്ന് ചിന്തിക്കണം. ഇത് പറയുമ്പോൾ നിശ്ചയമായും ദൈവസ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഊഷ്മളത നിലനിർത്തിയിരുന്ന ഒരു കാലഘട്ടം ആ സഭയ്ക്കുണ്ടായിരുന്നു എന്നത് സ്പഷ്ടമാണ്. അപ്പോൾ സഭാ നവീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഇനിയും ദൈവസന്നിധിയിലേക്ക് ആവശ്യമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലും, ഇപ്പോഴും നമ്മൾ ആ ഒരു മുമ്പുണ്ടായിരുന്ന ആ തീക്ഷ്ണതയിൽ നിന്ന് പിന്നോക്കം പോയി എന്നുള്ളൊരു തിരിച്ചറിവുമാണ്. കോവിഡ് അനന്തര കാലഘട്ടത്തിൻ്റെ ഒരു ദുരന്തം കൂടി എല്ലാ മേഖലകളിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൽ മന്ദത എല്ലായിടത്തും ഉണ്ട്. അത് ആധ്യാത്മിക മേഖലയിലും സഭാത്മക ജീവിതത്തിലും എല്ലാം അത് വന്ന് ഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ദൂരീകരിച്ച് വീണ്ടും തീക്ഷ്ണതയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ആഹ്വാനമാണ് ആ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു സഭാ നവീകരണത്തിൻ്റെ ചിന്തകൾ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ഇപ്പോൾ വായിച്ചു കേട്ട തിരുവചനം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അത് ഇപ്രകാരമാണ്. അതായത് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് അകന്നുപോയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആദവും ഹവയും അവർക്ക് പിന്നീട് സംഭവിക്കുന്നവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവത്തെ മുഖാമുഖം കാണാനുള്ള ആത്മശക്തിയില്ലാതെ അവർ ദൈവത്തിൽ നിന്ന് ഓടി അകലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. 8 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ്. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ. അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായിരുന്നത് കൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. പ്രിയമുള്ളവരെ, തിരുവചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവം കാരുണ്യപൂർവ്വം സൃഷ്ടിച്ച് തൻ്റെ കൂടെ തന്നെ വസിപ്പിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ച് അങ്ങനെ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അകൽച്ച പിന്നീട് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് മാത്രമല്ല, ആദവും ഹവയും തമ്മിലുള്ള സ്വരം അത് ശരിയല്ലാതായി മാറുന്നു. അവർ തമ്മിൽ കുറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പ്രകൃതിയോടുമുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ യഥാർത്ഥ സഭാ നവീകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇതാണ്: തിരിച്ച് ദൈവത്തിലേക്ക്, സൃഷ്ടാവിലേക്ക്, സഭാത്മക ജീവിതത്തിലേക്ക് ഒക്കെ തിരികെ നടക്കുക എന്നുള്ളതാണ് ഈ സഭാ നവീകരണത്തിൻ്റെ ലക്ഷ്യം. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. ഈ ബന്ധം സുദൃഢമാക്കുന്ന പ്രക്രിയയാണ് സഭാ നവീകരണം. അപ്പോൾ നമ്മൾ തുടർന്നുള്ള ആഴ്ചകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളൊക്കെ പങ്കുവയ്ക്കും. അതുപോലെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. രൂപതാ തലത്തിൽ അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിക്കും. അതെല്ലാം ഒരുക്കി ഈ ഒരു ജൂബിലി വർഷത്തിൽ നമ്മുടെ ദൈവജനത്തെ
സഭയോടും ദൈവത്തോടുമുള്ള വലിയ ബന്ധത്തിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ള വലിയ സ്വപ്നമാണ് പിതാവും രൂപതയും ആഗ്രഹിക്കുന്നത്. അതിനുള്ള പരിശ്രമങ്ങൾ നടക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കും അതിനുവേണ്ടി നമ്മളാലാവും വിധത്തിൽ ഈ സഭാ നവീകരണത്തിൻ്റെ പ്രക്രിയയിൽ പങ്കുചേരാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.